RSS ബന്ധത്തെക്കുറിച്ചുള്ള MV ഗോവിന്ദന്റെ പ്രസ്താവന രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പ്രത്യേകിച്ച് നിലമ്പൂരിൽ വഴിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് സന്ദീപ് വാര്യർ പ്രതികരിക്കുന്നു. എന്താണ് ഈ ഒരു വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഇങ്ങനെയൊരു സമ്മതം MV ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ കാരണം? MV ഗോവിന്ദൻ പറഞ്ഞ കാര്യത്തിൽ അർത്ഥസത്യമാണ്. അത് വാസ്തവത്തിൽ പൂർണ്ണമായിട്ടുള്ള സത്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം 77 അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ RSSുമായിട്ടുണ്ടാക്കിയ CPMന്റെ ബന്ധത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അടിയന്തരാവസ്ഥയുടെ കാലത്ത് മാത്രമല്ല, 1967 സംയുക്ത വിധായക് ദൾ എന്ന പേരിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPIയും CPMും ഒക്കെ ജനസംഘവുമായി സഖ്യത്തിലായിരുന്നു, RSSുമായി സഖ്യത്തിലായിരുന്നു. അവർ ബീഹാറിൽ മന്ത്രിസഭയുണ്ടാക്കി, ബംഗാളിൽ മന്ത്രിസഭയുണ്ടാക്കി. ബീഹാറിൽ ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. അന്ന് കർപ്പൂരി താക്കൂർ അവിടെ ഉപമുഖ്യമന്ത്രിയാണ്. ബംഗാളിൽ അജോയ് മുഖർജി എന്ന് പറയുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുന്നത് അവിടുത്തെ ജനസംഘത്തിന്റെ ഏക MLAയുടെ പിന്തുണ കൂടിയിട്ടാണ്. അപ്പൊ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ടോ ആണ് ഗോവിന്ദൻ മാസ്റ്റർ 77 ബാന്ധവത്തെ കുറിച്ച് പറയുന്നത്. വാസ്തവത്തിൽ 77 മാത്രമല്ല, 67 സഖ്യം ഉണ്ടായിരുന്നു, 77 ഉണ്ടായിരുന്നു. പിന്നീട് 89 അടൽ ബിഹാരി വാജ്പേയിയും LK അഡ്വാനിയും ജ്യോതി ബസുവും ബർദാനും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച്, സുർജിത്തും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിട്ടാണ് VP സിംഗ് സർക്കാർ ഉണ്ടാക്കുന്നത്. അതും സഖ്യമായിരുന്നില്ലേ? അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല സാഹചര്യങ്ങളിലും പല സന്ധികളിലും RSSുമായി സഖ്യം ചേരാൻ CPMന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. അത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആശയപരമായിട്ടുള്ള കാര്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ആ സമയത്തെ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരിലോ ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 67 സഖ്യം ചേരേണ്ട കാര്യം എന്താ ഉണ്ടായിരുന്നത്? 89 സഖ്യം ചേരേണ്ട കാര്യം എന്താ ഉണ്ടായിരുന്നത്? അപ്പോൾ 77 അടിയന്തരാവസ്ഥയെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ MV ഗോവിന്ദന് സ്വരാജിനിട്ടൊരു പണി കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഈ സമയത്ത് ഈ പ്രസ്ഥാനം നടത്തിയത്. ഇപ്പൊ കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്റെ RSS ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 2 പത്രത്തിൽ പരസ്യം കൊടുത്ത ആളുകളാണ് MV ഗോവിന്ദനും ടീമും. ഇപ്പം ഇന്നത്തെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം, ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം തന്നെ CPMന്റെ RSS ബന്ധം ഗോവിന്ദൻ തുറന്ന് സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. CPMന്റെ RSS ബന്ധം തുറന്ന് സമ്മതിച്ചതിൽ തീർച്ചയായിട്ടും അത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പല കാലഘട്ടങ്ങളിൽ ഇവർ മൂടി വെച്ചിട്ടാണ്. ഇതിലിപ്പോൾ സ്വരാജ് പറഞ്ഞതിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. സ്വരാജ് 77 ഞങ്ങൾ ജനതാ പാർട്ടിയുമായിട്ടായിരുന്നു ബന്ധം എന്നൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ ഗോവിന്ദനെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് RSSുമായിട്ടായിരുന്നു ബന്ധം. കേരളത്തിൽ RSSും CPMും ഒരുമിച്ച് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ കാലത്ത് അവരൊരുമിച്ചാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ള കാര്യം, അന്നത്തെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, CPMന്റെ നേതാവ് അന്തരിച്ചു പോയിട്ടുള്ള NN മൂസ സാറും അവിടുത്തെ ഞങ്ങളുടെ പ്രാദേശിക RSS നേതാവായിരുന്ന എടമന നാരായണൻ നമ്പൂതിരിയും ഒക്കെ ഒരുമിച്ച് പൊതുയോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുള്ളതായി എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുണ്ട്. അപ്പം അതൊക്കെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ RSSും CPMും തമ്മിൽ അക്കാലത്ത് ബന്ധമുണ്ടായിരുന്നു. പിണറായി വിജയൻ തന്നെ RSS വോട്ട് വാങ്ങിയിട്ടാണ് കൂത്തുപറമ്പിലടക്കം ജയിച്ചു വന്നിട്ടുള്ളത്. ഇതൊക്കെ ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. എന്തായാലും ഗോവിന്ദൻ ഈ സമയത്ത് തുറന്നു പറഞ്ഞ് നന്നായി. ഒരുപാട് കാലമായി CPM മൂടി വെച്ചിരുന്ന, അവർ തുറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പണ്ടോരാസ് ബോക്സാണ് ഇന്ന് ഗോവിന്ദൻ തുറന്നു വിട്ടിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു ചർച്ച വരുന്നത് അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും? അല്ല, തീർച്ചയായിട്ടും ഈ RSS CPM ബാന്ധവം എന്ന് പറയുന്നത് അത് കേവലം ഒരു ആരോപണമല്ല, ഒരു സത്യമാണ് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിൽ കൂടുതൽ ഇനിയൊരു സ്ഥിരീകരണം എന്താണ് ആവശ്യമുള്ളത്? ഒരുപക്ഷെ നിലമ്പൂരിലും അത് ആവർത്തിച്ചേക്കാം എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമല്ലേ പുറത്തുനിന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് നിലമ്പൂരിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പോൾ RSSുമായി ചേർന്ന് നിൽക്കാൻ മടിയില്ലാത്തവരാണ് ഞങ്ങൾ എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ നിലമ്പൂരിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇത് കനത്ത ആശങ്കയുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രത്തോളം RSSുമായി എല്ലാ തലങ്ങളിലും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടി അത് വീണ്ടും ആവർത്തിക്കില്ല എന്നെന്ത് ഉറപ്പാണുള്ളത്? ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, തൃശ്ശൂർ പൂരം അട്ടിമറിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത്തരത്തിൽ BJPയെ ജയിപ്പിക്കാനും ഒപ്പം 2 കൂട്ടരെയും ലക്ഷ്യം ഒന്നാണല്ലോ, പൊതു ലക്ഷ്യമാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയുമായും RSSുമായും സഹകരിക്കാം എന്ന നിലപാടിലേക്ക് CPM ഇപ്പോൾ പോന്നിട്ടുള്ളതല്ല. അത് ദീർഘകാലമായി CPMന്റെ നയമാണ്. അത് 67 മുതൽ പിന്തുടരുന്ന നയമാണ്. എന്തായാലും MV ഗോവിന്ദൻ അർദ്ധസത്യമാണെങ്കിൽ പോലും, പകുതിയാണെങ്കിൽ പോലും ആ സത്യം സമ്മതിച്ചത് തീർച്ചയായിട്ടും നന്നായി. ഇപ്പോൾ ഈ സമയത്ത് അത് സ്വരാജിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണോ എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ.